ഹലോ ഗൈസ്, അപ്പൊ നമ്മളിന്ന് വാഴ കാണാൻ പോണ ഒരു വീഡിയോ ആണ്. ഇതാ അപ്പൊ 10 വാഴ കാണാൻ പോണ വീഡിയോ ആണെന്ന്. അതില് പ്രധാന വാഴയാണ് ഇന്നത്തെ നമ്മളെ വാഴ മൂവിന്റെ സ്പോൺസർ. മുതുക്ക് വാഴയാണ് നമ്മളെ വാഴയുടെ സ്പോൺസർ. അപ്പൊ നമ്മള് വാഴ കാണാൻ പോവാണ്. വാഴ കാണാൻ എല്ലാ പരിപാടിക്കും ആയാലും എല്ലാരും അടങ്ങിയാലും പ്രധാനപ്പെട്ട ഒരു വാഴ ബാത്റൂമിലാവും. ഏതാണുള്ളത് പിന്നെ കാണിച്ചുതരാം. അപ്പൊ നമ്മളെ പരിപാടികൾ ഇങ്ങനെ നടക്കുന്ന ഇവിടെ പേപ്പർ നോക്കല് കഴിഞ്ഞിട്ടില്ല. ഇനിന്റെ നാളെ ഇട്ട് നോക്കാൻ സുധയൊക്കെ നോക്കി തരും. ഇടക്കിടക്ക് മാർക്ക് കുറയ്ക്കും. മാർക്കിന്റെ ഏറ്റവും അവസാനത്തെ മാർക്ക് ഇടുന്ന നോക്കി കഴിഞ്ഞിട്ട് അപ്പൊ തിയേറ്ററിലേക്ക് പോവാണെങ്കിലും കല്യാണത്തിന് പോവാണെങ്കിലും സുബു ഒക്കെ ഈ ഡ്രസ്സാവും. ഈ ഷർട്ട് കൊണ്ട് നമ്മള് പരിപാടി ചെയ്യും. വേണമെങ്കിൽ റേഷൻ കാർഡില് അരി വാങ്ങാൻ വരെ സുബു ഇങ്ങനെയാണ് പോവല്. ഫുൾ ഷൂ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെയാണ് പോവാ. എല്ലായിടത്തും മണ്ണെണ്ണ വാങ്ങാനൊക്കെ എങ്ങനെയാണ് പോവാ. ഒരുത്തൻ ബാത്റൂമിൽ കുളിച്ച കോലാട്ടായി കാണുന്നത്. അവൻ കുളിച്ച പകുതി വെള്ളവും പുറത്താണ് കേട്ടോ. ആരാണുള്ളത് വരുമ്പോ കാണിച്ചതാ. ഇതാണ് ഞങ്ങളെ ഉണ്ണി ദാമോദർ. 11 മണിക്കാണ് ഷോ. ഇപ്പൊ 10:20. ഇവിടുന്ന് 8 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് 10:50 പോയാലും 11 അവിടെ എത്തിക്കുന്നതാണ് ഉണ്ണിയേട്ടൻ പറയണേ. അത്രേ ഉള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് 3 മണിക്കൂർ കൊണ്ട് മലപ്പുറം എത്തിച്ച മനുഷ്യനാട്ടോ. ഇല്ല, സത്യം 3 മണിക്കൂർ. അങ്കമാലി എത്തി 3 മണിക്കൂർ. പിന്നെ അവിടെ നിന്നിട്ട് 3 മണിക്കൂർ ഉണ്ടോ. ഇഡലിയും പൂള ചിപ്സും. വാവ്, ഇന്നേട്ടാ പിന്നെ വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താ പറയും? മുണ്ടല് ഇവിടെ പ്രേമം ഒരിക്കലും പാടില്ല. പ്രണയത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം ഉണ്ട്, ചീത്ത അഭിപ്രായം ഉണ്ട്. നമുക്ക് ചീത്ത മതി. അതിപ്പോ എങ്ങനെ ഞാൻ പറയാ? നല്ലതേ പറയാൻ പറ്റുള്ളൂ. നിങ്ങള് പ്രേമം വേണ്ടെന്ന് പറഞ്ഞു. പ്രേമിക്കാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രേമിക്കാൻ പറ്റും. അല്ലാതെ ഇത് മുമ്പേ ഉണ്ണിയേട്ടൻ പ്രേമിച്ച കുട്ടീനെ ഉണ്ണിയേട്ടനെ കിട്ടിയ പകരം ഉണ്ണിയേട്ടന് വേറൊരു കുട്ടീനെ കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പ്രേമിച്ചത്. വൺവേരുന്നു. പ്രണയത്തിനെ കുറിച്ച് അതാ ഇഡ്ലി വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ ഇതാ വീണ്ടും അമ്പലക്കുന്നിറങ്ങി വരുന്നോളെ. എന്തത് ലഗേജോ? വ്ളോഗർ അതുൽ നൽകുക ഇന്നത്തെ റീൽ എടുക്കുന്നു സുഹൃത്തുക്കളെ. എവിടെ പോയാലും ഇങ്ങനെ ഒരുത്തുണ്ടാവും. അതെ, യുദ്ധത്തിന് വേണ്ടി മുന്നേ നിങ്ങളെ കൂടെ ഒന്നും പിടിച്ചിട്ട് നമുക്ക് കഴിയണില്ലേ? സ്ക്വയർ കിലോമീറ്ററിൽ 1356 ആൾക്കാരാണ് പെർ സ്ക്വയർ പോപ്പുലേഷൻ ഡെൻസിറ്റി. അതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യം പൊതു അറിവ് കിട്ടിക്കോട്ടെ. പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ ഈ അറിവുകൾക്കായി അപ്പൊ നമ്മൾ ഈ വീഡിയോ PSC ഉള്ളവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. എത്നിക് ഹെൽത്ത് നിങ്ങൾ വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? ഞാൻ ഋതുരാജിന്റെ ക്യാപ്റ്റൻസിക്ക് മാറ്റാൻ പറഞ്ഞു. അതുപോലെ ഡ്രൈവേഴ്സിന്റെ കാര്യം ചോദിച്ചു. അതല്ലേ ഓർമ്മയുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാ ബാത്റൂമിൽ ഒരാൾ പുറത്തെത്തിയിട്ടുണ്ട്. സംശി നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഹായ് കൊടുക്കും. വെറുതെ നമ്മളെ ചെയ്യുന്ന കാര്യം പുറത്ത് കാട്ടിക്കുന്ന സംഭവം ചോദിച്ചേ. ഞാൻ ഇരിക്കുമ്പോണ്ട് വാതിൽ പിടിച്ച് ഇങ്ങനെ കുലുങ്ങുന്നു. വാതിൽ എന്നാ പ്രേതാവും. ഞങ്ങളല്ല. ഓക്കെ, നമ്മളെല്ലാരും ഇറങ്ങി. ഇനിയിപ്പോ നമ്മള് വാഴയ്ക്ക് പോകട്ടോ. ഇന്നലെ നമ്മള് താനൂര് പരിപാടിക്ക് വന്നാണ്. ഇന്നും താനൂരാണ് പരിപാടി. അപ്പൊ അതുകൊണ്ട് നമ്മളിന്ന് രാവിലെ വാഴയ്ക്ക് പോകാന്ന് വിചാരിച്ചു. സംഭവം എല്ലാവരും വാഴയ്ക്കൊക്കെ ഇറങ്ങിയിരുന്നു. ടിക്കറ്റ് ഇന്നലെ ബുക്ക് ചെയ്തു. പക്ഷെ ടിക്കറ്റ് കൈ കിട്ടിയില്ല. എന്തോ പ്രശ്നം പറ്റിയണം. പൈസ ഒക്കെ പോയണേ, പക്ഷെ ടിക്കറ്റ് കൈ കിട്ടിയില്ല. അപ്പൊ ഇന്ന് തിയേറ്റർ പോയാ എല്ലാവരും കാലും ഇല്ല കയ്യും ഇല്ല. 30 വയസ്സായിട്ടുണ്ടെങ്കിലും കുട്ടിക്കളി മാറാത്തൊരു തന്തയാണിത്. ആണോ? മാസ്ക് ഒക്കെ ഇട്ട് തീവ്രവാദിയായിട്ടുണ്ട്. നമ്മൾ നേരെ പോവാണ്. വണ്ടിയായിട്ട് എത്തി. നമ്മൾ നേരെ പോവാണേ. മുക്കാലെന്ന് പറഞ്ഞാൽ ഉണ്ണിയേട്ടൻ മുക്കാലാകുമ്പോഴേക്ക് വണ്ടി ഇവിടെ നിർത്തിയിരിക്കും. 11 മണിയാകുമ്പോഴേക്ക് നമ്മൾ തിയേറ്ററിൽ എത്തിക്കുന്ന പറഞ്ഞു ഉണ്ണിയേട്ടൻ. നോക്കാം, നമുക്ക് ഏറ്റവും നോക്കാം. നമുക്ക് നമ്മൾ അർജന്റീന കാണുന്നു. അർജന്റീന 100-110 ഉണ്ണിയേട്ടൻ നമ്മളെ വണ്ടി പോയിക്കൊണ്ടിരിക്കാണ്.
അവനെ 11 മണിക്ക് എത്തിക്കുന്ന പറഞ്ഞിട്ട് ഉണ്ണിയേട്ടൻ 10:56 10:56 എത്തിച്ച്. ഏതാണ് മാസ് പോകുകയാണ് അങ്ങനെ ഗെയ്സ് നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് കിട്ടുമെന്ന് നമുക്ക് പോയോക്കാം. സൽജാസ്ക്കാണ് ബുക്ക് ചെയ്തത്. സൽജാസ്കന്റെ ഫോണിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. പൈസ ഒക്കെ പോയിണേ, പക്ഷെ ടിക്കറ്റ് ഇല്ല. പോയോക്കാം നമുക്ക്. ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിരുന്നു ഈ 11:15. പക്ഷെ പൈസയും പോയിണ് അവിടെ കാണിക്കുന്നുണ്ട്. സീറ്റ് നമ്പർ പറഞ്ഞേ. പക്ഷെ സീറ്റ് നമ്പർ ഒരു മിനിറ്റ് ആർക്കെങ്കിലും കിട്ടും. വാഴ ഒരു പ്രേമലും ചോദിച്ചു. വാഴ ഒരു പ്രേമലും പ്രേമലും എത്ര വട്ടം കണ്ടു? ഞാൻ എണ്ണീടില്ല. കിട്ടിയോ? പട്ടച്ച തമ്പുരാനെ കിട്ടി. പ്രേമലും എത്ര വട്ടം കണ്ടുണ്ടാവും? എടാ എണ്ണീടില്ല, ഒരു 10-15 വട്ടം കണ്ടുണ്ടാവും. 15 വട്ടേ 15 വട്ടം സിനിമ. പ്രേമല് 15 വട്ടം കണ്ടിട്ടുണ്ട്. 3 പ്രേമം പൊട്ടി ചെയ്ത്. ആ പ്രേമല് 3 പ്രേമത്തില് പരീക്ഷ നോക്കി 3 പൊട്ടി. കിട്ടി ടിക്കറ്റ് കിട്ടിയല്ലോ. സിനിമ ഉണ്ടീനോ? സിനിമ ഉണ്ടീനോ? ഇല്ല. കണ്ടീനോ? പറഞ്ഞത് തിയേറ്ററിലെത്തി നമ്മൾ മാത്രമേ ഉള്ളൂ. തിയേറ്ററിൽ വേറെ ആരും ഇല്ല. എന്നിട്ട് ഉറങ്ങലി അതില്ല. ഓ എക്സിക്യൂട്ടീവ് ക്ലാസ് ഒക്കെ ഉണ്ടോ? ആകെ ഇവിടെ ഒരു ക്ലാസ്സേ ഉള്ളൂ. അതിന്റെ കൂളിംഗ് ക്ലാസ്സാ. മോനെ എന്നിട്ട് നിങ്ങൾ വല്ലതും കേൾക്കുന്നുണ്ടോ? കോമഡീനെ അടിച്ച് തള്ളുണ്ട്. ഒരു സിനിമ ആണ് വന്നാട്ടോ. 5 ആളാണ് അവിടെ ഇരിക്കണം. 5 ആള് മൊബൈലിലാണ്. സിനിമ കാണാൻ അറ്റത്തെ സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ടേ സുബുവിനെ അങ്ങോട്ട് എടുത്തിട്ട് ഒരാള് ഇവിടെ അറ്റത്തെ സീറ്റൊക്കെ പിടിച്ച് കടന്നു തുടങ്ങിയ ആശൻ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫ് അടിപൂരം. പുളിയുടെ ഫുൾ കോമഡി ചെറി. നമ്മള് സപ്പോർട്ട് ചെയ്യാത്ത കുറെ സംഭവങ്ങളുണ്ട്. അതെ, നമ്മളുടെ എന്താണ് ധാർമ്മിക ബോധങ്ങൾക്ക് ചേരാത്തതൊക്കെ ഉണ്ട്. സിനിമേന്റെ കാര്യം അതെ, അതായത് നമ്മളെ മാതിരിയല്ലല്ലോ എല്ലാരും. അതാണ്. സെക്കൻഡ് ഹാഫിലാണ് എല്ലാരും ഇങ്ങനെ പറയണ കുറെ സംഭവങ്ങളൊക്കെ ഉള്ളത്. അതെ, സെക്കൻഡ് ഹാഫിലാണ് കുറെ എല്ലാരും മെഴുകിയ സംഗതികൾ ഉള്ളതെന്നാണ്. എല്ലാരും കരയണ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ മണിയന്റെ ഈ കണ്ണീർ നനയുമോ എന്ന് ഞാൻ പിന്നെ ഇമോഷണൽ ജീവിതത്തിനെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് സങ്കടം വരും. നമുക്ക് സന്തോഷമൊക്കെ നമ്മള് എക്സ്പ്രസ് ചെയ്യുന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, കാണാം നമുക്ക്. അപ്പൊ നമ്മളത് എക്സ്പ്രസ് ചെയ്യണം. ശരി, അതായത് നമ്മളിങ്ങനെ ഇമോഷൻസിനെ പിടിച്ചിട്ടില്ല. നമ്മള് സങ്കടം വന്നാൽ കാര്യം കാണാം. സന്തോഷം വന്നാൽ അതുകൊണ്ട് മാത്രട്ടോ, അല്ലാണ്ട് വേറെ ഒന്നല്ല. കാണാൻ കേട്ടോ. കുട്ടന്റെ അവസ്ഥ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. സെക്കൻഡ് ഹാഫ് കരിയോജി. ഇത് തിയേറ്ററോ? കുട്ടൻ മണ്ണ് ഇങ്ങനെ കുട്ടന്റെ കുട്ടീനായിട്ട് ഒന്ന് സ്കൂളിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി. എങ്ങോട്ടാ കൊണ്ടുപോയതെന്ന് കുട്ടൻ പറഞ്ഞില്ല. സത്യോട്ടാ അത് കുട്ടനെ പോലെ ഓർമ്മയില്ല. പടം എങ്ങനെയുണ്ട്? പടം നല്ല പടം. ഷറല്ലേ? എന്താ എന്റെ അഭിപ്രായം? മ്യൂസിക് നല്ല പടം അല്ലേ? ഇതിലെ മ്യൂസിക് വേറൊന്നും പറയാല്ല. എനിക്ക് കരഞ്ഞെന്നൊക്കെ പറയാൻ കേട്ടു. നല്ല പടം. പടം നല്ല സിനിമയാണ്, നല്ല സംഗീതമാണ്, നല്ല കാസ്റ്റിംഗ് ആണ്. പെർഫോമൻസ് വൈസ് എല്ലാവരും കാഷറും മറ്റുള്ള കുഡോസ് മീഡിയ ഒക്കെ ഉഷാറായിക്കണം. ഇതാ നമ്മളെ സുഭാഷ് ഇറങ്ങിയിരുന്നു. സുബോ പാടാനുണ്ട് പറയും. നല്ല പടം. ഇന്ന് മുന്നിക്കുന്ന പറയും. എൻ്റെ അടുത്ത് മൈക്കൊന്നുമില്ല. നല്ല പടം. ഭയങ്കര തന്നെ. എൻ്റെ അടുത്ത് ഞാൻ വരാം. സുദേവ് പറയും എങ്ങനെയുണ്ട് പടം? പടം നല്ല സിനിമ. എന്താണ് കുറെ ഇമോഷണലിയും ഒക്കെ എന്റെ ഒരു അഭിപ്രായത്തില് ചിലപ്പോ ഫോണിലിരുന്ന് കണ്ടാൽ ഈ ഒരു എഫക്റ്റ് അറിയില്ല. എന്താ വെച്ചാല് നമ്മളൊക്കെ ജീവിതത്തില്
ഇങ്ങനെ നടന്നിട്ടുള്ള, അതായത് നമ്മൾ എവിടെയെങ്കിലൊക്കെ നമുക്ക് relatable ആവും. കടന്നുപോയ കുറെ സംഭവങ്ങൾ നമ്മൾ ഒരു വലിയ സ്ക്രീനിൽ കണ്ടു. എവിടെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് റിലേറ്റബിൾ ആവും. അത് നമ്മൾ തിയേറ്ററിൽ ആ പേര് അക്ഷരാർത്ഥം ശരിയാണ്. അതെ. വാഴ എന്നുള്ളതല്ല, അത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ പേര്. നീ വേണ്ട പറയ്, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് പറ. അതിനാണ് നമ്മൾ ഹോട്ടലിൽ പോകണം. നിങ്ങൾ പടം ഉണ്ടെന്ന് പടം നല്ല പടമാണ്. പടം. ഫസ്റ്റ് ഹാഫ് ചിരിപ്പിച്ചു, സെക്കൻഡ് സെക്കൻഡ് ഹാഫ് കരയിപ്പിച്ചു, കിള്ളം പടം. എങ്ങനെ ഉണ്ടായിരുന്നു പടം? കരഞ്ഞിട്ട് കണ്ണെന്നൊക്കെ എവിടെ അറിഞ്ഞതിന്റെ ഗ്യാപ്പ് ഇട്ടിപ്പോ വിളിച്ചല്ലോ. ഏത് ഗ്യാപ്പ്? ഓൻ പടം കണ്ടിട്ടല്ലോ. പടത്തിന് ചില സമയത്ത് ഓനിങ്ങനെ ഓൻ പോയ സാഹചര്യങ്ങളൊക്കെ ഓർമ്മ വന്നത്. അതായത് സിനിമയ്ക്ക് പോയതും ഏത് അതായത് പടം കണ്ടവർക്ക് കലങ്ങും. തിയേറ്ററിന് പൊക്കണ സീനൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് കുട്ടികളൊക്കെ ഭയങ്കര റിലേറ്റബിൾ എന്നാ പറയാനായിട്ട്. അതൊക്കെ അങ്ങനെ കേസ് അങ്ങനെ നമ്മളെ സിനിമാ പോക്കൊക്കെ കഴിഞ്ഞു. എല്ലാവരും വിശേഷങ്ങളൊക്കെ കേട്ടില്ല. അങ്ങനെ നമ്മള് പരിപാടി സ്ഥലത്തെത്തി. ഇതാ നമ്മളെ ബാക്കിൽ കാണുന്ന നമ്മ സ്റ്റേജ് ബീച്ചിന്റെ നാട്ടിലാണ്. ബീച്ചിന്റെ നടുവില് അവിടെയാണ് സ്റ്റേജ്. അപ്പോ ഒരു സ്റ്റേജിന്റെ ഗ്യാപ്പിലാണ് നമ്മൾ പോയി സിനിമ ഉണ്ട്. നമ്മളെ സ്ഥിരം പരിപാടികളൊക്കെ ഇങ്ങനെയൊക്കെ ആവും. പരിപാടിക്കിടയിലെ ബാക്കി പരിപാടിയൊക്കെ നടക്കുള്ളൂ. എല്ലാ കളികളും അങ്ങനെ. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ. See you.